തെരുവുകളിൽ കിടന്നുറങ്ങി ഭിക്ഷയാചിച്ച് ജീവിതം കഴിച്ചുകൂട്ടുന്ന നിരവധി മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലരുടെയും ജീവിത സാഹചര്യങ്ങളും ദാരിദ്ര്യവുമൊക്കെയാണ് ഈ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത ഇതിനെല്ലാം വിപരീതമാണ്. തെരുവുകളിൽ കുട്ടികളുമായി ഭിക്ഷയാചിക്കുന്ന ഒരു സ്ത്രീ ആരാണെന്നറിഞ്ഞ് ഞെട്ടിപ്പോയിരിക്കുകയാണ് നാട്ടുകാർ എല്ലാവരും. മക്കളുമൊത്ത് തെരുവിൽ ഭിക്ഷയാചിച്ചതിന് അറസ്റ്റ് ചെയ്ത ഇൻഡോറിലെ ഇന്ദിരാഭായ് എന്ന 40-കാരിയുടെ ഞെട്ടിക്കുന്ന കഥയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വെറും 45 ദിവസം കൊണ്ട് ഭിക്ഷാടനത്തിലൂടെ ഇവർ സമ്പാദിച്ചത് 2.5 ലക്ഷം രൂപയാണ്. തന്റെ നാടായ രാജസ്ഥാനിലെ കോട്ടയിൽ തനിക്ക് ഇരുനില വീടും വാഹനങ്ങളും കൃഷിയിടങ്ങളും ഉണ്ടെന്നും 20,000 രൂപ വിലയുള്ള സ്മാർട്ട് ഫോണാണ് താനിപ്പോൾ ഉപയോഗിക്കുന്നത് എന്നും അവർ വെളിപ്പെടുത്തി. ഭിക്ഷാടനം നിയമവിരുദ്ധമാണെന്ന് അധികൃതർ പറഞ്ഞപ്പോൾ വിശന്നു മരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഭിക്ഷയെടുക്കുന്നത് എന്നായിരുന്നു ഇന്ദിരാഭായിയുടെ മറുപടി. മോഷ്ടിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഭിക്ഷയെടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അധികൃതർക്ക് നേരെ ഇവർ കയർത്തതായും പോലീസ് പറയുന്നു. നഗരത്തിലെ യാചകരെ പുനരധിവസിപ്പിക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷനുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു NGOയാണ് ഇവരെ തുറന്നു കാട്ടിയത്. 10, 8, 5, 3, 2 വയസ്സുള്ള 5 മക്കളാണ് ഇന്ദിരാഭായിക്കുള്ളത്. കുട്ടികളെ തിരക്കുള്ള ജംഗ്ഷനുകളിലും പ്രധാന റോഡുകളിലും ക്ഷേത്രങ്ങളിലുമെല്ലാം കൊണ്ടുപോയി നിർത്തി ഭിക്ഷയാചിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ദിവസം ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന മഹാകാൽ ക്ഷേത്രത്തിലേക്കുള്ള തിരക്കേറിയ വഴിയിൽ നിന്നുമാണ് ഇവർ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്നത്. രാജസ്ഥാനിലെ തന്റെ കുടുംബത്തിന് പ്രതിമാസം 1 ലക്ഷം രൂപ അയക്കാനുണ്ടെന്നും ഒരു വർഷത്തിൽ ഏകദേശം താൻ 20 ലക്ഷം രൂപ വരെ സമ്പാദിക്കാറുണ്ടെന്നും ഇവർ വ്യക്തമാക്കി. കൂടാതെ ബാങ്കിലെ സ്ഥിര നിക്ഷേപത്തിൽ നിന്നും 50,000 രൂപ പലിശ ഇനത്തിൽ ലഭിക്കാറുണ്ടെന്നും അവർ പറഞ്ഞു. ഇന്ദിരാഭായിയെ 8 വയസ്സുള്ള മകളെയും പോലീസ് ഷെൽട്ടർ ഹോമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഭർത്താവും മറ്റു കുട്ടികളും ഇപ്പോഴും ഒളിവിലാണ്. സ്വന്തം കുട്ടികളുടെ വിലയേറിയ ബാല്യത്തെ കവർന്നെടുത്ത് ജനങ്ങളുടെ വിശ്വാസത്തെയും അനുകമ്പയും ചോദ്യം ചെയ്തുകൊണ്ട് ഈ നടത്തിയത് വലിയൊരു കുറ്റം തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.